വെൽക്കം ടു കരിയർ ടോക്ക് വിത്ത് അവോധ ശ്രുതി. താങ്ക് യു. ഓക്കെ, സുഖമായിട്ടിരിക്കുന്നോ? കുഴപ്പമില്ല. കുഴപ്പമില്ല. ഓക്കെ ശ്രുതി, എവിടെയാണ് സ്ഥലം? ഞാൻ കൊല്ലത്താണ്. ഇപ്പൊ ഇന്റേൺഷിപ്പിന് എറണാകുളത്തോട്ട് വന്നു. എറണാകുളത്ത്. അപ്പൊ ഹോസ്റ്റല് എടുത്തിരിക്കുവാണോ? ഹോസ്റ്റലില്. ഓക്കെ ശ്രുതി, ഏത് കോഴ്സ് ആയിരുന്നു അവോധ ചെയ്തിരുന്നത്? ഞാൻ SAP ചെയ്തത്. അപ്പം ടാലി എക്സൽ ബേസ് ചെയ്തിട്ടാണ് ജോലി നോക്കിയത്. ഏതായിരുന്നു ചെയ്തത്? SAP SAP സാപ്പ് അല്ലേ? ആപ്പ്. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു കോഴ്സുകളൊക്കെ? നല്ലതായിരുന്നു. നല്ല കോഴ്സ്. നല്ലായിരുന്നു. ഓക്കെ. ഓക്കെ, നല്ലതായിരുന്നു. ഓക്കെ, അപ്പൊ ഇപ്പൊ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇപ്പം 1 മന്ത് ആവുന്നു. ഓക്കെ, എവിടെയാണ്? എറണാകുളം, ആലുവ. കമ്പനിയുടെ നെയിം എന്താണ്? സീമൻ ടെലികോം. ഓക്കെ, എങ്ങനെയുണ്ട് വർക്കുകളൊക്കെ? ഇതുവരെയും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, വർക്കിംഗ് ടൈം ഒക്കെ എങ്ങനെയാണ് വരുന്നത് ശ്രുതി? അത് 9 to 5. 9 to 5. ഓക്കെ. ഓക്കെ ശ്രുതി, സാലറി പാക്കേജ് ഒക്കെ എങ്ങനെയാണ്? ഇന്റേൺഷിപ്പ് ആയതുകൊണ്ട് 10,000 എന്നാ പറഞ്ഞത്. പിന്നെ 10,000. 3 months കഴിയുമ്പോ ആ, കൂടൂന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ 10,000 പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവര്. ആ ഓക്കെ ശ്രുതി, ഹാപ്പി ആണോ? കുഴപ്പമില്ല. ഇന്റേൺഷിപ്പ് അല്ലേ. ഓക്കെ. ഓക്കെ ശ്രുതി, ജാപ്പ് അറ്റൻഡ് ചെയ്തിരുന്നോ? ജാപ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. മൂന്നാല് വട്ടം നോക്കി. പക്ഷെ എനിക്ക് ഞാൻ അപ്ലൈ ചെയ്തത് ആദ്യമായിട്ടാണ്. ജാപ്പ് അറ്റൻഡ് ചെയ്ത് എനിക്ക് കുറെ എന്താ നമ്മള് വീഡിയോ ഇന്റർവ്യൂ ഒക്കെ ഇല്ലേ, ആ, അത് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ലായിരുന്നു. ഓക്കെ. ആ, പിന്നെ ഓക്കെ. ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്തിട്ട് ഇവിടെ കിട്ടുകയും ചെയ്തു. ഓക്കെ. ഓക്കെ, അപ്പൊ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ജാപ്പ് അല്ലേ? കുഴപ്പമില്ല, നല്ലായിരുന്നു. ഓക്കെ, മോക്ക് ഇന്റർവ്യൂ സെക്ഷനിൽ കയറിയിട്ടുണ്ടായിരുന്നോ? നോട്ട് ഇന്റർവ്യൂ കേറിയിട്ടുണ്ട്. ഓക്കെ ശ്രുതി, ഇപ്പൊ ജാപ്പിന്റെ കേസ് ഇപ്പൊ ഇന്റേൺഷിപ്പ് ചെയ്യുവാന്നാണല്ലോ പറഞ്ഞത്. അതിന് ശേഷമാണെങ്കിലും നിങ്ങൾക്ക് 5 years വരെ ജാപ്പ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതില് ഡിഫറെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നിങ്ങളുടെ കോഴ്സിന് പറ്റിയത്. അപ്പോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ. ആ ഓക്കെ. ഓക്കെ ശ്രുതി, ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷനിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഓക്കെ, ഡൗട്ട് ഒക്കെ ക്ലിയർ ചെയ്യാൻ പറ്റിയോ? ഡൗട്ട് നമ്മൾ ചോദിക്കുമ്പോ തന്നെ അന്നേരം അവര് പറഞ്ഞു തരുമായിരുന്നു. പറഞ്ഞു തരുമായിരുന്നു. നല്ലതായിരുന്നു. ഓക്കെ ശ്രുതി, അതുപോലെ തന്നെ ഏത് കോഴ്സ് ആയിരുന്നു ഇതിനു മുമ്പ് ചെയ്തിരുന്നേ? ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ഡിഫൈൻ എന്ന് പറഞ്ഞൊരു ഡിപ്ലോമ കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാ SAP എടുത്തത്. ഓക്കെ, ഡിഗ്രി ഏതായിരുന്നു ചെയ്തിരുന്നേ? ബികോം. ബികോം. ആ ശ്രുതിക്കറിയാലോ, നമ്മള് അവോധ എന്ന് പറയുന്നത് എല്ലാ കോഴ്സുകളും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അത് ഉം. കേട്ടപ്പോ ആദ്യം ഫേക്ക് ആണോ അങ്ങനെ എന്തെങ്കിലും ഒരു തോന്നൽ ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ യൂട്യൂബിൽ കണ്ടാണ് നോക്കിയതേ. ഉം. അപ്പൊ എനിക്കറിയത്തില്ല. ഉം. എല്ലാരും പറയുന്നുണ്ടായിരുന്നു കുറെ നാളായില്ലേ, ഇതുവരെ ഒന്നും ആയില്ലല്ലോ. പക്ഷെ ഞാൻ ഗ്യാപ്പ് അറ്റൻഡ് ചെയ്ത് എനിക്ക് ആദ്യം തന്നെ കിട്ടുകയും ചെയ്തു. അപ്പൊ എന്താണ് തോന്നിയത്? അല്ല, ഈ എമൗണ്ടിന് നമുക്ക് നല്ല കുഴപ്പമില്ല. എല്ലാവർക്കും എന്താ പഠിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഫീസേ ഉള്ളൂ. ഓക്കെ. ഓക്കെ ശ്രുതി, അതുപോലെ തന്നെ ശ്രുതി, നമ്മള് അവോധ ഒരു 40 പരം കോഴ്സുകൾ ഡിഫറെന്റ് ലാംഗ്വേജസിലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോ ഇപ്പൊ ഉം. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോടാണെങ്കിലും പിന്നെ റിവ്യൂസ് ഒക്കെ കണ്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളോടാണെങ്കിലും എന്താണ് ശ്രുതിക്ക് പറയാനുള്ളത് അവോധയെ കുറിച്ച്? പെട്ടെന്ന് ഒരു 3 months 6 months കൊണ്ട് ജോലി കിട്ടണോന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇത് പഠിക്കുന്നത് നല്ലതാ. നമുക്ക് എന്തെങ്കിലും ഒരു ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്ത് ഏതെങ്കിലും ഒരു കമ്പനിയിൽ കയറാവുന്നതേ ഉള്ളൂ. ഓക്കെ. അല്ലാതെ നമ്മൾ പുറത്ത് പഠിക്കുകയാണെങ്കിൽ നല്ല എമൗണ്ട് ആവും. അത് പറ്റത്തില്ല, എല്ലാരെ കൊണ്ടും പറ്റൂലത്. ഓക്കെ ശ്രുതി. ഓക്കെ ശ്രുതി, ശ്രുതിയുടെ വളരെ വിലപ്പെട്ട സമയം അമുദയ്ക്ക് വേണ്ടി മാറ്റി വെച്ചതിൽ വളരെയധികം നന്ദി. താങ്ക് യു. ഓക്കെ. ഓക്കെ.